പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ ഓൺലൈൻ ക്ലാസ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് എന്ന് കരുതുന്നു. മലയാളം ക്ലാസ് എൻ്റേത് നിങ്ങൾ രണ്ടെണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തു, നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനെത്തുന്നത് ബഹുമാനപ്പെട്ട ജമാൽ മാഷ് അവർകളാണ്. അദ്ദേഹം മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്, ഒരു കലാകാരനാണ്, സ്പോർട്സ് പ്രേമിയാണ്, മാത്രമല്ല സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. ജമാൽ മാഷ് പ്രിപ്പയർഡ് അല്ലേ? ഓ യെസ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. Dear students, how are you? You're fine. Oh yes, very good. All are welcome to Marcus Higher Secondary School online class. I am Jamaluddin. Today I would like to take 7th standard social science class. Do you like to study social science? Yes, really social science is a very simple subject. Our 7th standard first unit is Europe in transition. Europe പരിവർത്തന പാതയിൽ. Do you know Europe is an example of, tell me, is an example of continent. There are 7 continents are there in our world. Please tell me one by one. Yes, very good. Asia, Africa, Europe, North America, South America, Australia and Antarctica. Yes, very good. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. From 5th standard already you studied it. And now I would like to give one work for you on your notebook. The task is this: list out the names of continents. നിങ്ങളുടെ കയ്യിലൊക്കെ സോഷ്യൽ സയൻസിന്റെ നോട്ട്ബുക്ക് ഇല്ലേ? യെസ്, വാങ്ങാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക. ആ നോട്ട്ബുക്കിൽ ഫസ്റ്റ് നിങ്ങൾ പേര് എഴുതുക. Then second page you can write chapter heading European transition. മലയാളം മീഡിയം കുട്ടികളാണെങ്കിൽ യൂറോപ്പ് പരിവർത്തന പാതയിൽ. And next page you can write this task: list out the names of continents. Do you like to play football? Okay, എല്ലാവർക്കും ഫുട്ബോൾ കളിക്കാൻ നല്ല താല്പര്യമുണ്ട് അല്ലേ? യെസ്. കഴിഞ്ഞ വർഷം നമ്മൾ സ്കൂളിൽ MSL ഒക്കെ നടത്തി ഒരുപാട് കുട്ടികൾ വളരെ മികച്ച പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ച് കണ്ട കുട്ടികളുണ്ടോ? യെസ്, എല്ലാവരും കണ്ടിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കളി കാണാറുണ്ട്. വേൾഡ് കപ്പ് ഫുട്ബോളിൽ മികച്ച പ്രകടനം നടത്തുന്ന ടീമുകൾ ഏതൊക്കെയാണെന്നറിയോ? യെസ്, ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ ടീമുകളിൽ ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ ടീമുകളൊക്കെ ഫ്രം യൂറോപ്പ്. അവരൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പൊ യൂറോപ്പിന്റെ ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിന് പറഞ്ഞത്. And now we go to our chapter. Our chapter beginning with Hagia Sophia. Hagia Sophia is one of the important monuments in the history of the world. It's built in 6th century AD. AD 6ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ചരിത്ര സ്മാരകമാണ് അഗിയ സോഫിയ. ഈ അഗിയ സോഫിയയുടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്മാരകമാണ്, ചരിത്ര സ്മാരകമാണ് അഗിയ സോഫിയ. ഇത് കണ്ടാലറിയാം, നമ്മൾ ഇന്ന് കാണുന്ന ബിൽഡിങ്ങുകളെക്കാൾ ഒക്കെ തന്നെ അതിശയിപ്പിക്കുന്ന രൂപഭംഗി ഇതിനുണ്ട്. അപ്പൊ ഇതവര് AD 6th സെഞ്ചുറിയിലാണ് ഇത് അവര് നിർമ്മിക്കപ്പെട്ടത്. ആൻഡ് നൗ ഇറ്റ് പ്രിസർവ്ഡ് ആസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ തുർക്കി. ഇപ്പോ ഇത് തുർക്കിയിലെ ഒരു മ്യൂസിയമായിട്ടാണ് ഇത് സംരക്ഷിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നിർമ്മിച്ച സമയത്ത് അതൊരു ഇറ്റ്സ് എ ചർച്ച്. Then it
converted into mosque, and then it converted into a history museum. From 1935 onwards, it was a history museum. Really, the Hagia Sophia is one of the architectural splendors of Constantinople. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ശില്പവിദ്യക്ക് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണിച്ച അഗിയ സോഫിയ. ഇതുപോലത്തെ ഒരുപാട് നിർമ്മിതികൾ ആ കാലത്ത് അവർ നടത്തിയിട്ടുണ്ട്. ഓക്കെ, Your second task is ready now. That is, write the description of Hagia Sophia. Hagia Sophia കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കാര്യം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ പറഞ്ഞു കോൺസ്റ്റാന്റിനോപ്പിളിലെ വാസ്തു ശില്പവിദ്യക്ക് ഏറ്റവും മികച്ച ഉദാഹരണമാണ് അഗിയ സോഫിയ. സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? ഡ്യൂറിംഗ് 1453, Turkey conquered Constantinople. Then they changed that name into Istanbul, and now Constantinople present name is Istanbul. Really, Constantinople that have some features is there. First one is center of knowledge. Constantinople is a center of knowledge. അറിവിന്റെ കേന്ദ്രമായിട്ട് നമുക്കറിയാം. ഈ നേരത്തെ കണ്ട അഗിയ സോഫിയ പോലത്തെ സ്മാരകങ്ങളൊക്കെ നിർമ്മിക്കാൻ ഒരുപാട് അറിവ് ആവശ്യമാണ്. അപ്പം കോൺസ്റ്റാന്റിനോപ്പിൾ is the center of knowledge. Second one is center of scholars and scholarly text. പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും ശേഖരം ഉണ്ടായിരുന്നു. The center of scholars and scholarly text. And third one is gateway from Asia to Europe. It is a gateway from Asia to Europe. ഏഷ്യയെയും യൂറോപ്പിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കവാടമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ബോസ്ഫറസ് കടലിടുക്കാണ് ഈ ഏഷ്യ വൻകരയുടെയും യൂറോപ്പ് വൻകരയുടെയും ബന്ധിപ്പിക്കുന്ന ഇടയിലെ ചെറിയൊരു കടലിടുക്ക്. നമുക്കറിയാം, പണ്ടുകാലത്ത് ഇന്ത്യയിലേക്ക് കച്ചവട മാർഗം വന്നത്, വിദേശികൾ ആദ്യം വന്നത് ആ പാതയിലൂടെ. പിന്നീട് തുർക്കികൾ അത് കൈവശപ്പെടുത്തിയതോടുകൂടിയാണ് പിന്നീട് മറ്റു രീതിയിലുള്ള പാതകൾ കണ്ടെത്താൻ വിദേശികളെ പ്രേരിപ്പിച്ചത്. സോ ദ വെരി ഇമ്പോർട്ടന്റ് ഫീച്ചർ ഈസ് ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ദിസ് സോ യുവർ തേർഡ് ടാസ്ക് ഈസ് റെഡി. Write the features of Constantinople. These are features of the Constantinople. So, it's your task. You do it on your notebook. മലയാളം മീഡിയം കുട്ടികളാണെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രത്യേകതകൾ പട്ടികപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ ചുവടെ ഈ ഡീറ്റെയിൽസ് ചെയ്താൽ മതി. നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിരിക്കില്ല, വളരെ അടുത്ത് തന്നെ ടെക്സ്റ്റ് ബുക്ക് എത്തും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. And now I am going to conclude my class with the remainder of our task. 3 tasks is there. First one is
List out the names of continents in your world. Second one is write the description of Hagia Sophia. Third one is write the features of Constantinople. മലയാളം മീഡിയം വിദ്യാർത്ഥികളാണെങ്കിൽ ലോകത്തിലെ പ്രധാന വൻകരകൾ പട്ടികപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രത്യേകതകൾ അടങ്ങിയ കുറിപ്പ് തയ്യാറാക്കുക. തേർഡ് വൺ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രത്യേകതകൾ പട്ടികപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹായ്.